പ്രശസ്ത കഥാകൃത്ത് മൃദുൽ വി.എം. എഴുതിയ മുല്ലമുട്ട് വിരിഞ്ഞെന്ന് ചൊന്നതാരൻ്റെ കൺമണി എന്ന കഥയാണ്. വയസ്സായ രണ്ട് ഭാര്യയും ഭർത്താവും സ്വന്തം വീട്ടിലേക്ക് വിരുന്നുകാരെ ക്ഷണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ദിവസം അവർ ബസ്സിൽ പോകുന്ന സമയത്താണ് വിരുന്നിന് ആൾ വിളിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരസ്യം കാണുന്നത്. അവർ ആദ്യം വിചാരിക്കുകയാണ്, ഇത് ചിലപ്പോൾ നമ്മുടെ തോന്നലായിരിക്കാം, വയസ്സുകാലത്ത് നമ്മൾ വായിച്ചപ്പോൾ പറ്റിയ വല്ല തെറ്റുമായിരിക്കാം എന്ന് വിചാരിച്ച് അവർ വിട്ടുകളയുകയാണ്. പിന്നീട് അവർ ആ ഒരു നമ്പറിലേക്ക് വീട്ടിലെത്തി. അവർക്ക് എത്ര വേണ്ട എന്ന് കരുതിയിട്ടും അവർക്ക് വിളിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വളരെ ആകാംക്ഷയോടെ അവർ രണ്ടുപേരും ആ ഒരു നമ്പറിലേക്ക് ഫോൺ കോൾ ചെയ്യുകയാണ്. മറുപുറത്തുനിന്ന് അദ്ദേഹം പറയുന്നു, അയ്യോ, നിങ്ങൾക്ക് വിളിച്ച ആൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ വയസ്സായതുകൊണ്ട് ചിലപ്പോൾ വായിച്ചത് തെറ്റിയതാവാം. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു നമ്പറിൽ നിന്ന് തിരിച്ച് കോൾ വരികയാണ്. ഞങ്ങൾ വിരുന്നിന് വരാൻ തയ്യാറാണ്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, സ്വന്തം വീട്ടിലേക്ക് ഒരു വിരുന്നുകാരും വരാനില്ലാത്ത വളരെ വയസ്സായി ഒരേ ജീവിതം തുടരുന്ന അവരിലേക്ക് ഒരു ഇളം തെന്നൽ പോലെ, വലിയ ഒരു സന്തോഷം പോലെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയ അതിഥികൾ വരികയാണ്. കഥാകൃത്ത് പിന്നെ പറയുന്നത്, വല്യച്ഛ, ഇത് ഞാനാണോ? നിങ്ങൾ ഇന്നലെ വിളിച്ചില്ലേ വിരുന്നിൻ്റെ കാര്യം പറയാൻ? ഇന്നലെ ഞാനൊരു തിരക്കിൽ വിട്ടുപോയി. ചുറ്റും ആൾക്കാരായിരുന്നു. എങ്കിൽ കൂടുതൽ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അതാണ്, സോറി. ചായ കുടിച്ച് കഴിഞ്ഞ് വെറുതെ TV ഓണാക്കി ഇരിക്കുന്നതിനിടയിൽ ആയിരുന്നു അവർ ഇങ്ങോട്ട് വിളിച്ചത്. അയാൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അവർ തീയതി തീരുമാനിക്കുകയാണ്, ഏത് ദിവസം വിരുന്നിന് വരണം. അങ്ങനെ സ്വന്തം മക്കൾ തിരിച്ച് വീട്ടിലേക്ക് ഒരു അതിഥിയെപ്പോലെ കടന്നു വരുന്ന ഒരു മുഹൂർത്തം. അവർ ആകാംക്ഷയോടെ അവർക്ക് വേണ്ട ഭക്ഷണ വിഭവങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒരു ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. അതിനുശേഷം അവർ ആ ഒരു ദിവസത്തെ എന്താണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കുക, അത്തരം പദ്ധതികളുമായിട്ട് അവരുടെ ആ ഒരു സ്വപ്ന ദിവസത്തെ സ്വീകരിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. പിന്നീട് മുൻപ് ഒരുപാട് തവണ സ്വന്തം വീട്ടിലേക്ക് കയറി വന്ന അതേ ഒരു സ്നേഹത്തോടെ, കരുതലോടെ അവർ പ്രതീക്ഷിച്ച ആ ഒരു ദിവസം വീട്ടിലേക്ക് വരികയാണ്. പതിവായി സംസാരിക്കുന്ന രീതിയിൽ അവർ ഒരു അപരിചിതവുമില്ലാതെ അവരോട് സംസാരിക്കുന്നു, അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു, കണ്ട സിനിമകളെക്കുറിച്ച് പറയുന്നു, ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ തീർത്തും ഒരുപാട് കാലത്തിന് ശേഷം വീട്ടിലേക്ക് വന്ന അതിഥിയെപ്പോലെ അവർ വളരെ സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുകയാണ്. ഇനി ഈ കഥയുടെ അവസാനം, ഈ സന്തോഷമെല്ലാം കഴിഞ്ഞ് വിരുന്നുകാർ വീട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവരെല്ലാം മടങ്ങി വീട്ടിലേക്ക് പോയി. ശേഷം ഇവർ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അവർ നമ്മളെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ചോദിച്ചോ? ആ ഒരു ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു ഭർത്താവ് തിരിഞ്ഞുകൊണ്ട് അവരുടെ കൈ ഭാര്യയുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറയുകയാണ്, ഇല്ല, അവർ വിരുന്നുകാരല്ലേ. എന്തൊരു മനോഹരമായ കഥയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരും ഇനി വരാനില്ല എന്ന ഒരു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട, തീർത്തും വയസ്സായി വീട്ടിൽ കഴിയുന്ന രണ്ടുപേരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു മനോഹര ദിവസം ഒരുക്കാൻ വേണ്ടി ഒരു കമ്പനി അതിവിദൂരമല്ലാത്ത സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കഥ എല്ലാ മനുഷ്യരെയും ഉള്ളു തൊടുന്നു. നന്ദി.